ഹായ് ഹലോ കൂട്ടുകാരെ, ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു പ്രൊമോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 500 പൂമാല കെട്ടിയതിൻ്റെ കൂലിയായി ലഭിച്ച തുകയിൽ നിന്നും ഒരു ഭാഗം അന്ന് പൂമാല കെട്ടാൻ സഹായിച്ച ചേച്ചിമാർക്ക് കൂടി രേവതിയും സച്ചിയും നൽകുന്നു. അവരൊക്കെ ആ പൈസ വാങ്ങാൻ വിസമ്മതിച്ചെങ്കിലും അവരെ കൊണ്ട് നിർബന്ധിപ്പിച്ച് രേവതിയും സച്ചിയും കൊടുക്കുന്നു. അതിനുശേഷം രേവതിയും സച്ചിയും വീട്ടിലേക്കെത്തി. സച്ചിയെ കാണുമ്പോൾ രേവതിക്ക് വിഷമം വരുന്നു. തനിക്ക് വേണ്ടി ഓടി നടന്ന് സച്ചി ആകെ ക്ഷീണിച്ചിരിക്കുന്നു. കൂടാതെ സച്ചിയുടെ വീട്ടുകാരുടെ മുന്നിൽ താൻ താഴാതിരിക്കുന്നതിന് വേണ്ടിയാണ് സച്ചി തനിക്കൊരു പൂക്കട എടുത്തു തന്നത്. സച്ചിയുടെ കൂട്ടുകാരെ ആൻ്റണിയിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടി സച്ചിക്ക് സച്ചിയുടെ കാർ വിൽക്കേണ്ടതായിട്ടും വന്നു. ഇപ്പോൾ സച്ചി ഒരു ഓട്ടോ ഓടിക്കുകയാണ്, അതും വാടകയ്ക്ക്. ഈ അവസരത്തിൽ സച്ചിക്ക് ഒരു കാർ നൽകണമെന്ന് രേവതി തീരുമാനിക്കുന്നു. പിറ്റേന്ന് രാവിലെ സച്ചിയുടെ കൂട്ടുകാർക്കൊപ്പം രേവതി ഒരു യൂസ്ഡ് കാർ ഷോറൂമിലേക്ക് പോകുന്നു. അവിടെ നിന്നും ഒരു കാർ രേവതി സെലക്ട് ചെയ്യുകയും ചെയ്യുന്നു. യൂസ്ഡ് കാർ ഷോറൂം ഉടമ പറയുന്നു, ഈ കാറിന് 4.5 ലക്ഷം രൂപയാകും, കൂടാതെ 1.5 ലക്ഷം രൂപയുടെ ഡൗൺ പേയ്മെൻറ്റ് തരികയും വേണം. ഇത് കേട്ട് രേവതി ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും ധൈര്യം കൈവിടാതെ രേവതി ഉയർന്ന തുക പലിശയ്ക്കെടുത്ത് കാറിന് അഡ്വാൻസ് നൽകുന്നിടത്താണ് അടുത്ത എപ്പിസോഡ് അവസാനിക്കുന്നത്.